Hello guys. അവരെ പോയി കണ്ടിട്ടുണ്ട്. Hi guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാരും വി പാർക്കിലോട്ട് പോവാൻ വന്നതാണ് ഗൈസ്. എല്ലാരും ഉണ്ട്, കുറച്ചു നേരമേ ഉള്ളൂ. ചവിട്ടൊക്കെ ചെയ്യാം, പോയി ചവിട്ടിയോ. എടുക്കും. ഞങ്ങൾ കുറെ മുമ്പേ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇത് വെട്ടം കൂടിപ്പോയി. ഞങ്ങളെല്ലാരും ഈ പാർക്കിലോട്ട് പോകുവാണ് ഗൈസ്. എന്താ ചിരിക്കാതെ, വീട്ടിൽ ടി വി ഇട്ട് കാണാൻ വേണം. എങ്ങനെ പോയാ റോഡിൽ കിടക്കും നീ? എത്ര കൊറേ നേരം ഇവരുടെ മുതുകാണ് എല്ലാരും കാണുന്നത്. കൊറേ നേരം കൊണ്ട് ഇത് തന്നെ നടന്ന് എത്തിയില്ല. കൊല്ലക്കാരുടെ സ്വന്തം എന്ന് പറയാം. നാളെ ഇവിടെ വന്ന റിസൾട്ട് അറിഞ്ഞു. അതാ അവിടെയാണ്, ആ വിദൂരതയിൽ കാണുന്നതാണ് വി പാർക്ക്. എന്താടി ഈ ഐശ്വര്യ എന്തൊരു ചിരി! ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കുന്ന ഐശ്വര്യ. ഞാൻ പ്രോ ഒന്നുമല്ല, ഞാൻ പിച്ച വെച്ച അതാ. അജിയെ ചമ്മി വാ പോവാ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കളിക്കാം. എന്തിനാ വിഷമിക്കാതെ, വ്ലോഗ് വരും കേട്ടോ ഇതൊക്കെ. നമ്മളിങ്ങനെ നടക്കുവോ, വേറൊന്നും ചെയ്യുന്നില്ല. വെട്ടമില്ല, മഴ പെയ്യാൻ പോകുന്നതിന്റെ വെട്ടം കുറവാണ്. നമ്മുടെ ചിരി ആൾക്കാർ രണ്ടും എല്ലാം പറയും. ഇവിടെ വന്നപ്പോ നമുക്ക് സന്തോഷ വാർത്തയായിരുന്നു. നമ്മൾ ഇവിടെ അല്ലല്ലോ ഇരുന്ന്, അവിടെ. എന്ത് മാപ്പ് നോക്കുക, ഇതുവെല്ലാം മനസ്സിലായോ? എനിക്കിത് മനസ്സിലായി. ഇവിടെ വന്ന് തീരുമാനിക്കാൻ വേണ്ടിയായിരിക്കും ഇത് വെച്ചേക്കുന്നത്, നമ്മൾ എവിടെയൊക്കെ പോണം. ഇത്ര ഉള്ളടി കൊല്ലം. എന്തൊക്കെയുണ്ട്? തങ്കശ്ശേരി, കൊല്ലം ബീച്ച്, തേവള്ളി, അഷ്ടമുടി ലേക്ക്, വെഞ്ചർ പാർക്ക്. വെഞ്ചർ പാർക്ക് അഡ്വഞ്ചറിന്റെ ഏടി ഞാൻ കണ്ടില്ല. കണ്ണാണ വയ്യാട്ടോ, വയസ്സായി. വി പാർക്കിൽ വന്നത് ഈ മാപ്പ് നോക്കി എവിടെയെങ്കിലും ഒക്കെ പോവാൻ വേണ്ടിയായിരിക്കും. ഏത് ബസ് അത്? ബിഎഡിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇവിടെ മൂന്നുപേര് ബിഎഡിന് ചേർന്നു. എന്റെ ചർച്ച ഞങ്ങൾ ഇതുവരെ ഒന്നിനും ചേർന്നില്ല. എന്തെടുക്കണോ ഇപ്പോഴൊരു ലക്ഷ്യവും ഇല്ല, വെറുതെ ഇരിക്കുന്നു. അതെ, എന്ത് കഴിഞ്ഞു? അപ്പൊ ഇവിടെ ഈ സാധനം കണ്ടില്ലായിരുന്നു. സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ വെക്കുവാന്ന് തോന്നുന്നു. ബ്രേക്ക് ദ ഷേക്ക്. എടി ഇതിൽ അവിടുത്തെ അല്ലേ ഈ സാധനം, ബ്രേക്ക് ദ ഷേക്ക്? അതെന്തുവായിരുന്നു? B&B അല്ലേ? സോറി. കുറച്ച് സൂം ഓടിപ്പോയി. നന്ദനയുടെ മുഖം അടുത്ത് വന്നിരിക്കുന്നു. എല്ലാരും എന്ത് ഇവിടെ വന്നിരിക്കാനാണോ? ഇവിടെ വന്നിരിക്കാനാണോ വന്നേ?
പിന്നെ എല്ലാ ദിവസവും എപ്പോഴും ഉള്ളതാണല്ലോ ഫസ്റ്റ് ഒരു കരച്ചില്. LKG തൊട്ട് ഇതുവരെ ഭയങ്കര ഒന്നും ആരും ഇല്ല. ക്യാമറ ഓൺ ആക്കാൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു കൊച്ച് ചേച്ചി മുമ്പേ പറഞ്ഞേ അറിയാത്തനൊക്കെ നല്ല രസമുണ്ട് ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നു. ഈ കൊച്ചിന്റെ ഫോട്ടോഷൂട്ട് കിടക്കുക ചുമ്മാ നല്ല രസമുണ്ട് കൊച്ചിനെ കാണാൻ. അതാ ചുമ്മാ ഹെൽമെറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ കൊച്ചിനെ നമുക്ക് വല്ലതും ഉണ്ടായിരുന്നു, കിണ്ടി ഉണ്ടായിരുന്നു. ആ ഇവിടെ എന്തോ ഇരിക്കുന്ന സ്ഥലമാണ്, ഇവിടെയും കയറി ഇരിക്കാവോ? കൊള്ളാല്ലേ പിള്ളേരുടെ. അപ്പം നമുക്ക് കയറാക്കത്തില്ല, നമ്മൾ പിള്ളേരല്ലല്ലോ ഇനി. റൈഡറാന്ന് തോന്നുന്നത്. അയ്യോ വായി അടച്ചു വെക്കണേ. ഇരി നമുക്ക് ഇറക്കി വെക്കാം. ഇത് തൂങ്ങുന്നല്ലേ? ആ തൂങ്ങുന്നതാ. അതാണ് ഇല്ല, മറ്റേ ആദിവാസികള് ഇതിനെയൊക്കെ എടുത്തോണ്ട് പോകത്തില്ലേ, പുലിയൊക്കെ കായ കിട്ടി. ഇത് ഇത്ര ആട്ടം തലകി. ഇത് ഞങ്ങളുടെ ജിമ്മിലുണ്ടായിരുന്നു. ആണാ? നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നത് ഷേപ്പ് ഇന്ന് തന്നെ ഇറങ്ങുന്ന പ്രേതമാണോ? മറ്റേ എവിടെയോ ഇല്ല, മറ്റേ പത ഇട്ടിട്ട് തെന്നി പോകുന്ന സംഭവം ഉണ്ടല്ലേ കളിക്കുന്ന. ഇല്ല ഇപ്പൊ കൊല്ലത്ത് എവിടെ ഉണ്ട്? ആ ഞാനും കണ്ട്. പോണ്ടേ ഒരു ദിവസം? പോവാം, എനിക്കിഷ്ടം. ആ വെള്ളം എടുത്തായിരിക്കും. ആരായിഷു? ആരാ? ബുദ്ധി ഇത് ചാടണോന്ന് നോക്കട്ടെ. മുഖം ഒന്ന് കാണിക്കണ്ടോ ബാത്റൂം? ഓർമ്മയുണ്ടോ? മൂന്നാറിൽ വെച്ച് അതേണക്കത്തെ ബാത്റൂം വരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? നീ നമ്മളെ ടൂറല്ലേ വന്ന്? ഒരു ഭയാനക അനുഭവമായിരുന്നു ആ ബാത്റൂം. ആരും അങ്ങനത്തെ ബാത്റൂമിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. ടെസി ഒന്ന് ഞെട്ടി അത് കണ്ടപ്പോ. ഇല്ലേ ടെസി ഓർക്കുന്നോ? ഇത് പച്ചയായിരുന്നല്ലേ? ആ വെറൈറ്റി. ആ റോഡിലിരിക്കരുത്, നന്ദനയ്ക്ക് ഹോളില്ലാത്ത ബോൾ ഇപ്പൊ ഒരു ചളിയാ അടിച്ചാരും കേട്ടില്ല. തലയൊക്കെ താത്ത നോക്കണേ. എന്താ ഇവിടെ അല്ലെ നമുക്ക് ഇവിടെ പോവാടി. ഓൾ സ്പൈസി പോവാന്നെങ്കിൽ അതെല്ലാം അടുത്തടുത്താ. എനിക്ക് ലേഡി ലൈഫ് അവിടെ തന്നെ വെട്ടത്തില്ലല്ലേ? എന്നെ എപ്പോഴും ഇങ്ങനെ നാശം അതൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരാ വിളിക്കും? കുർഷിത. അതാരാ? അവർക്ക് അറിയത്തില്ല. ഈ ബാക്കി വരുന്ന ഇത് പോട്ട് പാവം എപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്യും.
അങ്ങനെയൊക്കെ പറയാം. ചുമ്മാ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കത്തെ ഫണ്ട്. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലാണ് പരിപാടി. എന്താ ഹെൽത്ത് മിക്സ് അങ്ങനെ പറ കുറുക്ക. ഇപ്പൊ കോഴിയിട്ട മുട്ട ഇല്ല പാവ. ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ എന്താ ചെയ്യാനാ. പോഴേ അവളെല്ലാം മിസ് ചെയ്യുന്നീ നോക്കിയോ. കൊള്ളാം ഇപ്പൊ ചത്തേനെ. ഇവര് പണ്ട് അനിയത്തും ചേട്ടത്തിയായിരുന്നു തോന്നുന്നു അല്ലേ. അല്ല കയ്യന്മത്തി പണ്ടെന്ന്. ഞാൻ ഫാത്തിമേല് നല്ല പേടിച്ചാണ്. എനിക്കൊരു പേടിയില്ല. എസ്സിൽ പോകുന്നതൊക്കെ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം എസ്സിൽ പോകുന്നതൊക്കെ. എന്തേലൊക്കെ പറയൂ. എന്താ പറ. ഇതൊരു പാവ സൗണ്ട് ഒന്നും വരുത്തില്ല കേട്ടോ. നുണക്കുഴിയൊക്കെ വരുന്നു. എന്തിനാ തിരിയുന്നു. ആണോ? ഹായ്. ഞാൻ ആദ്യമായിട്ടാണ് കൊറിയൻസിനെ ആദ്യമായിട്ടാണോ പോകുന്നത്. ഐഷു ഐഷു നല്ല കണ്ടന്റ് ഉണ്ട്. നന്ദനുണ്ട് പിന്നെ എന്താ വേണം അല്ലേ. ഇവിടെ വന്നിരുന്ന് വരുന്ന ബസ്സും പോകുന്ന ബസ്സും ഒക്കെ നോക്ക. പൈസ ഫുഡിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ പോകുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അല്ലേ. ഫുഡ് ബംഗാളിലെ വെള്ളപ്പൊക്കത്തിന് സ്കൂള് നമ്മൾ ലേഡി ലൈസിൽ വന്നു ഗൈസ്. ഹായ് വൈബ് പഠിച്ചോ വരുക. പാവം വന്നപ്പോ തൊട്ട് പറയാം. എനിക്കൊരു ക്രീം ചിക്കൻ ബ്രസ്റ്റ്. കിംച്ചിക്ക് എത്ര? നമ്മുടെ ചിരി ഒന്നും നടക്കത്തില്ല. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടം ഒരു കടിക്ക് തരാം. ചിക്കൻ ബ്രസ്റ്റ്. ഇനി എല്ലാവരും ഫുഡ് വരുമ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നു. ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് സ്ഥലമാണോ? ഇവിടെ കുറെ ചീസ് സാധനങ്ങൾ, കൊടം, കിണ്ടി.
കിണ്ടി തേപ്പൊട്ടി ഒക്കെ ഇരിക്കുന്നത്. കിണ്ടി എല്ലാവരുടെയും ഫുഡ് വന്നു ഗൈസ്. പല പല സാധനങ്ങളുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് കിംചി നൂഡിൽസ്, നന്ദന ബിരിയാണി, ടെസി ചിക്കൻ എന്ന സാധനം, ടെസി എന്തോ ചിക്കൻ ബ്രസ്റ്റ്, ആയിഷു കിംചി റൈസ് എന്തോ, ഇവളും കിംചി, അർഷിതയും കിംചി എന്തോ റൈസ് എന്തോ. അവിടെ ഉണ്ട് എന്തോ നൂഡിൽസാ, പേര് മറന്നുപോയി. എല്ലാവരും കഴിക്കും. എങ്ങനെയുണ്ട് ടെസി? ചിക്കൻ ബ്രസ്റ്റ്. ഐഷു എങ്ങനെയുണ്ട്? അവര് കഴിച്ച ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചാ? ഹലോ എങ്ങനെയുണ്ട്? നന്ദന എങ്ങനെയുണ്ട്? അർഷിത എല്ലാവരും കഴിച്ചിട്ട് പറയും. ചിക്കൻ ബ്രസ്റ്റ്. നന്ദന എങ്ങനെയുണ്ടല്ലോ? ഹർഷിത എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കിംചി നൂഡിൽസ്? അതെന്തുവായിരുന്നു? മെക്സിക്കൻ. കൊള്ളാവോ? ഐഷു, ശ്രുതി തീർന്നു. അങ്ങനെ എല്ലാ യുദ്ധം കഴിഞ്ഞ് പായസം കുടിച്ച് തിരിയും അല്ലേ ടെസി? ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ബീച്ചിലോട്ട് വന്നു. ബീച്ചിന്റെ സൈഡിൽ കൂടെ നടക്കുക. വയറൊക്കെ നിറഞ്ഞ് വയ്യ. എല്ലാരും കൊറേ കഴിച്ചു. എന്തുവാ അതാരാ? എല്ലാരും വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞോ? നടക്കാൻ പറ്റുന്നോ? ഇല്ല. അങ്ങനെ ബീച്ചിൽ വന്നോ? എല്ലാരും ക്ഷീണിച്ച് കടലിൽ പോണ്ടേ? നമുക്ക് കടലിൽ പോണ്ടേ? നന്ദന ഫുഡ് അടിപൊളി, സൂപ്പർ. വയറ് അവള് എന്നെ നോക്കി പറഞ്ഞു എന്റെ കടയാണ് സൂപ്പർ. പൈസ ഇവിടെ ചവിട്ടാൻ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് കൊല്ലം കടല്. കൊല്ലം കടലിനല്ലേ പറയാ? കൊല്ലം ബീച്ച് ഇറങ്ങി കിടക്കുന്നു. ഇഷ്ടാ, അങ്ങ് കൊണ്ടുപോ, കാണിച്ചു തരാം. ഇതാ ഇത് കേറി കിടക്കുവോ? ഉണ്ടാ, ഇത് പൊക്കത്ത് നിൽക്കും. ഇത് ഇങ്ങനെ താന്ന് കിടക്കുന്നു. ഇങ്ങനെ നന്ദന ഇറങ്ങണമെന്നാണ്. നാളെ ഈ കുട്ടിയെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഈ കുട്ടി മനഃപൂർവ്വം ഇറങ്ങിയതാന്ന് ഞാൻ പറയൂ. വീഡിയോ വരും കേട്ടോ. തലയില്ല താനെന്തോടിരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്? ഒരുമാതിരി കുട്ടിക്കുരുക്കൻ താനാണോ? കൊരങ്ങനും കുട്ടി കൊരങ്ങനും. നമ്മള് ബീച്ച് വന്നപ്പോ ഇവിടെ മഴ അതൊക്കെ ഉടയ്ക്കാതിരിക്കും. ക്യാമറ മറിച്ച്. ഇപ്പൊ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. ഐസ്ക്രീം കഴിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.